ഹസ്ബൻഡിന് ഏറ്റവും ഇഷ്ടമുള്ള ക്വാളിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഞാൻ എത്ര ദിവസം പുറത്ത് പോയിട്ട് വരുവാണെങ്കിലും വീട് ഞാൻ എങ്ങനെയാണോ പോയിട്ടുണ്ടാവുക അതിനേക്കാൾ വൃത്തിയായിട്ട് ആള് ഭയങ്കര നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. ഒരു പൊടി പോലും വീട്ടിലുണ്ടാവില്ല. പിന്നെ ഞാൻ പോയി വരുന്ന സമയത്ത് ആള് കുക്ക് ചെയ്ത് വെക്കും. അങ്ങനത്തെ കുറെ നല്ല ക്വാളിറ്റീസ് ആൾക്കുണ്ട്, പറയാണ്ടിരിക്കാൻ പറ്റില്ല. പക്ഷെ അറ്റ് ദ സെയിം ടൈം ഇയാളാണ് പോയിട്ട് വരുന്നതെങ്കിൽ ചിലപ്പോ നമുക്കൊന്ന് തട്ടാനൊക്കെ മറന്നു പോകും. അപ്പൊ അവിടെ ഒരു നോക്കൂ നിത്യ പൊടി, ഇത് നോക്കൂ പൊടി, ഇത് നോക്കൂ. ആള് പോയി വരുന്നത് എനിക്ക് ഇഷ്ടമല്ല, ഞാൻ പോയി വരുന്നത് എനിക്ക് ഭയങ്കര സന്തോഷം. ഹസ്ബൻഡ് സ്ഥിരമായി പറയുന്ന ഒരു 3 മലയാളം സെന്റൻസുകൾ എന്തൊക്കെയാണ്? എന്റെ മോനും അതുപോലെ തന്നെയാണ്. ഇങ്ങോട്ട് വരൂ, മോനും പറയാം അങ്ങനെ, അമ്മ ഇങ്ങോട്ട് വരിക, ഇങ്ങോട്ടല്ല ഇങ്ങോട്ട്. അതുപോലെയാണ് മോനും സംസാരിക്കുക. പിന്നെ എന്താ ആള് പറയാ, ഇങ്ങോട്ട് വരൂ, തല്ലിപ്പൊളി എപ്പോഴും പറയും, യു തല്ലിപ്പൊളി, എപ്പോഴും അങ്ങനെ പറയാ. അത്രേ ഉള്ളൂ. അങ്ങനെ ഭയങ്കരമായി മലയാളം കുറച്ച് ഉപയോഗിക്കുന്ന ഫാമിലിയിലാണോ ഇപ്പൊ ആക്ച്വലി എല്ലാവരും വീട്ടിലിരിക്കുമ്പോഴത്തേക്ക് നിങ്ങൾ എല്ലാവരും ഹിന്ദിയിൽ മാത്രമാണോ സംസാരിക്കുന്നത്? ആള് ഹിന്ദിയിലല്ലേ സംസാരിക്കുള്ളൂ. ഞാൻ മക്കളടുത്ത് ഞാൻ മലയാളത്തിലാണ് സംസാരിക്കുക. കാരണം എനിക്ക് നിർബന്ധമാണ് അവർ മലയാളം പഠിക്കണം എന്നുള്ളത്. അതും നല്ല വ്യക്തമായിട്ട് മലയാളം പഠിക്കണം എന്നുള്ളത്. ഈ ഇങ്ങോട്ട് വരുമൊന്നും അല്ലാതെ കറക്റ്റായിട്ട് മലയാളം പഠിക്കണം എന്നുള്ളത് മേടിച്ചു തരത്തില്ല. ആളെവിടെയെങ്കിലും കൊണ്ടുപോകും, എല്ലാ ബർത്ത്ഡേക്ക് എവിടെയെങ്കിലും കൊണ്ടുപോകും അങ്ങനെ. പക്ഷെ എനിക്ക് വേണ്ടത് അങ്ങനെയല്ല. എനിക്ക് വേണ്ട സർപ്രൈസ് ഗിഫ്റ്റും കേക്ക് കട്ടിംഗ് ഒക്കെയാ. പക്ഷെ ആള് എവിടെയെങ്കിലും കൊണ്ടുപോവാ ചെയ്യാം. ആള് നല്ലതായി ചെയ്യാം. പക്ഷെ എനിക്കിഷ്ടം ഇങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളാണ്. അപ്പൊ അത് പറയുമ്പോഴോ അവർ ഇത്രയും വലിയ കാര്യം ചെയ്തിട്ട് അതിന് വാല്യൂ ഇല്ല. എന്തെങ്കിലും പോട്ടെ അല്ലേ. ശരി, അങ്ങനെയാണ്. ഇനി ഞാൻ കുറച്ച് ഫാമിലി ക്വസ്റ്റ്യൻസ് ഇപ്പൊ അത്ര നേരം ചോദിച്ചുകൊണ്ടിരുന്നത് പിന്നെ വേറെ എന്താണ് കൊച്ചേന്നല്ലേ. അങ്ങനെയല്ല, മോൾക്ക് നിനക്ക് എങ്ങനെ സിനിമാ മോഹങ്ങളുണ്ടോ? ഇപ്പൊ അങ്ങനൊന്നും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇപ്പൊ ഭയങ്കര മടിയാ. പിന്നെ ഞാനാണ് കുറച്ചും കൂടെ വാ പ്ലീസ് നമുക്ക് അങ്ങനെ ഇതാക്കുക ഇത് ചെയ്യുന്നൊക്കെ പറയുന്നത്. അല്ല, റീൽ ചെയ്യാനൊക്കെ കുഴപ്പമില്ല, എന്റെ കൂടെ സപ്പോർട്ട് ചെയ്യും. പക്ഷെ അല്ലാണ്ട് ഇപ്പൊ ഡാൻസ് പ്രോഗ്രാംസ് ഒക്കെ വരും, ഞങ്ങൾ രണ്ടുപേരും കൂടെ എല്ലാരും ചോദിക്കാം. പക്ഷെ അതൊക്കെ ഭയങ്കര മടിയാ. അപ്പൊ അമ്മ എങ്ങനെയെങ്കിലും കുന്തിത്തള്ളി കൊണ്ടുപോകാറുണ്ടോ? വാ പ്ലീസ്, കാരണം എനിക്കും കുറച്ച് മടിയാ. അപ്പൊ എനിക്ക് ഒരാളും കൂടെ ഉണ്ടെങ്കിൽ എനിക്കൊരു കമ്പനി അല്ലേ, പ്ലീസ് പ്ലീസ് എന്റെ കൂടെ വാ. അതിന് വേണ്ടിയിട്ടൊക്കെ വരാൻ തയ്യാറാവുന്ന ഒരാളാണ്. കുഴപ്പമില്ല. അങ്ങനെ ഒരു മൂവി ആഗ്രഹം പറഞ്ഞു കഴിഞ്ഞാൽ അമ്മ സപ്പോർട്ട് ചെയ്യോ? അമ്മ അച്ഛനും സപ്പോർട്ട് ചെയ്യോ? അതോ ഇപ്പൊ വേണ്ട നമുക്ക് കുറച്ചുകൂടെ കഴിഞ്ഞ് പഠിച്ചു? 9ാം ക്ലാസ്സിലല്ലേ പഠിക്കുന്നത്, അപ്പൊ കുറച്ചും കൂടെ പഠിച്ചിട്ടൊക്കെ പോരെ. അമ്മയും മോളും രണ്ടുപേരും ഇപ്പൊ ഞാൻ പറയില്ല എപ്പോഴും ഒരുപോലെ നമ്മൾ കാണുമ്പോഴത്തേക്ക് ഇതിൽ അമ്മയും മോളും ആണോ എന്ന് നമുക്ക് അറിയാവുന്നത് കൊണ്ട് മാത്രം അറിയാവുന്ന 2 ആൾക്കാരാണ്. നിങ്ങൾ രണ്ടുപേരിൽ ഫാഷനബിൾ ആരാണെന്ന് ചോദിച്ചാൽ അവള് പറയും അമ്മയ്ക്ക് ഡ്രസ്സിംഗ് സെൻസേ ഇല്ല എന്ന് പറയും. അതെ, എന്നിട്ട് അവളെ കീറി ജീൻസ് ഒക്കെ ഇട്ടിട്ട് എന്നെ കൊണ്ട് ഇടിപ്പിക്കും. എന്നിട്ട് നാട്ടുകാരെ ചീത്ത ഫുള്ള് വേറെ ഒന്നുമില്ല, ദാരിദ്ര്യമാണെന്നൊക്കെ പറഞ്ഞിട്ട് അവളെന്നെ കൊണ്ട് ഓരോ വേഷം കെട്ടിക്കോ. അവള് പറയുന്നത് ഞാൻ വിചാരിക്കും, ഓ ഇതാണ് ഫാഷൻ ഞാൻ കേട്ടോ. പക്ഷെ നാട്ടുകാരെ ചീത്ത കേൾക്കുമ്പോൾ എനിക്ക് മനസ്സിലാവാം അത് നിങ്ങളുടെ ഫാഷൻ ആണെന്നുള്ളത്. നാട്ടുകാരുടെ ചീത്ത വിളികൾ വേദനിപ്പിക്കാറുണ്ടോ? അങ്ങനെയുള്ള പ്രശ്നമില്ല. ഞാൻ എപ്പോഴും വിചാരിക്കും എന്താ അറിയോ, എല്ലാവർക്കും ഓരോ ഫ്രസ്ട്രേഷൻസ് ഉണ്ട്. അപ്പം നമ്മളെ ചീത്ത വിളിച്ചിട്ട് അവരുടെ ആ ഫ്രസ്ട്രേഷൻ തീരാണെന്നുണ്ടെങ്കിൽ പൊയ്ക്കോട്ടെ.